നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറാത്ത ബന്ധം എന്ന പാഠത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറാത്ത ബന്ധം ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പഠിക്കുകയുണ്ട്. അതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ സംഖ്യകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ ചെയ്യുകയും ആ ഉദാഹരണങ്ങളിൽ നിന്നും നിഗമനത്തിലേക്ക് എത്തുകയും ആ നിഗമനത്തെ ബന്ധങ്ങൾ അഥവാ റിലേഷനാക്കി മാറ്റും. ഈ ഒരു കാര്യം ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനമായും പറഞ്ഞത്. ചേഞ്ചിങ് ദ നമ്പേഴ്സ് ബട്ട് നോട്ട് ചേഞ്ചിങ് ദ റിലേഷൻസ്. മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായും പഠിക്കുന്നത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പ്രസ്താവനകളെ നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകമാക്കി മാറ്റുക. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം എഴുതുന്നുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അത് ഞാൻ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നോട്ട്സായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് പറയുകയും ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ അഥവാ ആക്ടിവിറ്റീസുകൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ അത് ഒന്നും കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യം നമുക്ക് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യയുടെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം എങ്ങനെ എഴുതാം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ എഴുതുകയാണ് 1, 2, 3, 4, etc. Then we can write the algebraic expression of these numbers. ഈ സംഖ്യകളുടെ ബീജഗണിത വാചകം എഴുതാൻ പോവുകയാണ്. മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒന്നാമത്തെ സംഖ്യ 1 ആണ്, രണ്ടാമത്തെ സംഖ്യ 2 ആണ്, മൂന്നാമത്തെ സംഖ്യ 3 ആണ്. അങ്ങനെ സംഖ്യകൾ പോവുകയാണ്. അപ്പൊ ഇവിടെ 1 കൂട്ടിയാൽ 2, 2 കൂട്ടിയാൽ 3, 3 കൂട്ടിയാൽ 4, അങ്ങനെ എക്സെട്ര. അങ്ങനെയാണ് ആ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എപ്പോഴും x = 1 ആയിട്ട് എടുക്കണം. x ന്റെ വാല്യൂ നിങ്ങൾ എത്രയായിട്ട് സങ്കല്പിക്കണം? 1 ആയിട്ട് സങ്കല്പിക്കണം. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്തെഴുതാൻ പറ്റും മക്കളെ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം എഴുതാൻ പറ്റും. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എഴുതി നോക്കാം. ഇവിടെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 1 ആണ്. അപ്പൊ 1 പകരം എന്ത് കൊടുക്കാം? നമുക്ക് x കൊടുക്കാം അല്ലേ? x, അടുത്ത നോക്കിയേ 1 + 1 = 2. The same way that the second number be x + 1, the first number be x, then adding with 1, that is next number is x + 1 അല്ലേ? രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? x + 1. അടുത്ത എന്തായിരിക്കും? x + 2 etc. വളരെ ഈസി ആയിട്ട് എഴുതാം. Then put x = 1. x = 1. Consider as x = 1. x എന്തായിട്ട് പരിഗണിക്കണം? 1 ആയിട്ട് പരിഗണിക്കണം. ഓക്കേ ആയോ?
അടുത്ത സംഖ്യ എഴുതുകയാണ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകളോ ജസ്റ്റ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതാം 1 3 5 7 etc. 1 3 5 7 ആണ് എന്താ തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യ. These are the consecutive odd numbers. പിടിക്കുക. ഇനി നോക്കിയേ first number is 1. അപ്പോൾ 1 ൽ എഴുതുക x this x. ഇനി പുറത്ത് നോക്കിയേ 1 plus 2 is equal to 3 and 3 plus 2 is equal to 5 and 5 plus 2 is equal to 7 etc. 1നോട് 2 കൂട്ടി 3, 3നോട് 2 കൂട്ടി 5, 5നോട് 2 കൂട്ടി 7 etc. അങ്ങനെ എഴുതാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ x ആണെങ്കിൽ x നോട് എത്ര കൂട്ടണം മക്കളെ? x നോട് എത്ര കൂട്ടണം? 2 കൂട്ടണം. x plus 2. അടുത്ത എത്ര കൂട്ടണം? x നോട് വീണ്ടും 2 കൂട്ടണം. എത്ര വരും? x plus 4. വീണ്ടും 2 കൂട്ടണം. എത്ര വരും? x plus 6 etc. എന്ന് പോകും. അതാണ് x plus 2, x plus 4 and x plus 6 etc. These are the consecutive odd numbers. ഈ സംഖ്യകളുടെ എന്താണ്? തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകൾ. പിടികിട്ടിയോ? ഈ ഒരു സംഖ്യയുടെ ഉള്ളൂ. ഏതായിരിക്കും? consecutive even numbers. തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? 2 4 6 8 etc. 2 4 6 8 etc. എന്ന് എഴുതാൻ സാധിക്കുന്നു. അവിടെ നമ്മൾ എന്താണ് ചെയ്യണം? x എന്താണ് എടുക്കണം? 1 ആയിട്ട് എടുക്കണം. ഇവിടെ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 2 ആണ്. ബാക്കി എല്ലാവരും ഫസ്റ്റ് നമ്പർ എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ 1 നമ്മൾ എന്താണ് എടുത്തു? x ആയിട്ട് എടുത്തു. ഇവിടെ 2 വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? x ന്റെ സ്ഥാനം 1 എന്ന് കൂട്ടിക്കോ. അപ്പോൾ 2 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x plus 1 അല്ലേ? 2നോട് 2 കൂട്ടിയാൽ 4, 4നോട് 2 കൂട്ടിയാൽ 6. അപ്പോൾ എന്ത് ചെയ്യണം? x plus 1നോട് 2 കൂട്ടണം. അപ്പോൾ എങ്ങനെ എഴുതാം? x plus 3. വീണ്ടും 2 കൂട്ടണം. x plus 5 etc. എന്ന് പോകും. വളരെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് consecutive natural numbers and consecutive odd numbers and consecutive even numbers. തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകൾ, തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യ. ഇത് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ ഞാനത് പഠിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ, എടുക്കേണ്ട വിധം മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയാം. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എടുക്കാം. x, x plus 1, x plus 2, x plus 3, etc. The consecutive odd numbers തുടർച്ചയായ ഒറ്റ സംഖ്യകൾ എങ്ങനെ എഴുതാം? x, x plus 2, x plus 4, x plus 6, etc. Then consecutive even numbers തുടർച്ചയായ വരുന്ന ഇരട്ട സംഖ്യകൾ എഴുതാം. x plus 1, x plus 3, x plus 5, etc. എന്ന് എഴുതാം. രണ്ടിടത്ത് മാത്രം ഫസ്റ്റ് നമ്പർ v1 the same right as x. ഒരിടത്താണ് 2 ആണ്, that right as x plus 1. ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഇനി 2-3 കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. a നമ്പർ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? x ആയിട്ട് കൺസിഡർ ചെയ്യണം. ചില കാര്യങ്ങൾ പറയാണ്, ആൾജിബ്ര എക്സ്പ്രഷൻസ് അഥവാ ബീജഗണിത വാചകങ്ങളുടെ കാര്യങ്ങൾ പറയാണ്. a നമ്പർ ഒരു സംഖ്യ നമുക്ക് എന്താണ് എടുക്കണം? x ആയിട്ട് എടുക്കണം. 1 added to a number ഒരു സംഖ്യയുടെ 1 കൂട്ടുക. സംഖ്യ എന്താണ്? നമ്പർ b x ആണ്. അപ്പോൾ അതിനോട് 1 കൂട്ടുക എഴുതുക x plus 1. 2 added to a number ഒരു സംഖ്യയുടെ 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ എഴുതുക right as x plus 2 എന്ന്. കൂട്ടുക എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിട്ട് അഡീഷൻ ആയിട്ട് അല്ലേ? ഇനി കുറയ്ക്കുക അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പറഞ്ഞാൽ മൈനസ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പോകും. ഓക്കെ, ഇനി അടുത്തത് ഒരു സംഖ്യയുടെ 2 മടങ്ങ് 2 times a number. അതിൽ എങ്ങനെ എഴുതുക? the number b സംഖ്യ എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ 2 times a number എന്ന് പറഞ്ഞാൽ x നെ 2 കൊണ്ട് ഗുണിക്കുക. ടൈംസ് അല്ലെങ്കിൽ മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഗുണിക്കുക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. 2 times a number means that ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ
സംഖ്യ x ആയിട്ട് എടുക്കുന്നു. x നെ 2 കൊണ്ട് ഗുണിക്കുക. x into 2 that is equal to 2x. അല്ലേ? ഈ 5 times നമ്പർ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സംഖ്യ എന്താണ്? x ആണ്. മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാണ്. എത്ര മടങ്ങാണ് മക്കളെ? 5 മടങ്ങാണ്. 5 times number. Then we can replace the algebraic expression is x into 5 that is equal to 5x. ഒരു സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ x ഗുണിക്കണം 5 സമയം എഴുതാം 5x. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കേ, ഇനി നമ്മൾ അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറാത്ത ബന്ധങ്ങൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ പാഠഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന തന്നിട്ട് അതിനെ എന്താക്കി മാറ്റുക? ആൽജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകമാക്കി മാറ്റുന്നു. അപ്പൊ അതിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമ്മൾ സംഖ്യകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ എഴുതുകയും ആ ഉദാഹരണങ്ങളിൽ നിന്നും ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ആ നിഗമനത്തെ റിലേഷൻസ് അഥവാ ബന്ധങ്ങളാക്കി മാറ്റുകയും ചെയ്യണം. ഈ പ്രോസസ്സാണ് നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം എഴുതാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരും പഠിച്ചു വെക്കണം. അപ്പൊ അതിലേക്ക് കടക്കുകയാണ്. ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. Add to a number to more than a number. അത് ഇംഗ്ലീഷ് മീഡിയം ഉള്ള കുട്ടികൾക്ക് വേണ്ടി. ഒരു സംഖ്യയും അതിനോട് 2 കുട്ടികളും തമ്മിൽ കൂട്ടുക. ഇത് മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രസ്താവനയെ അഥവാ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആക്കി മാറ്റണം. റൈറ്റ് ആൽജിബ്രായിക് എക്സ്പ്രഷൻസ് ബീജഗണിത വാചകമാക്കി മാറ്റി എഴുതണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സംഖ്യകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ എഴുതുകയാണ്. ആ ഉദാഹരണങ്ങളിൽ നിന്നും ഒരു പൊതുവായ നിഗമനത്തിലേക്ക് എത്തുന്നു. ആ നിഗമനത്തെ എന്താക്കി മാറ്റുന്നു? ആ റിലേഷൻസ് അഥവാ ബന്ധങ്ങളാക്കി മാറ്റുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും, ചേഞ്ചിങ് ദ നമ്പേഴ്സ് ബട്ട് നോട്ട് ചേഞ്ചിങ് ദ റിലേഷൻസ്. അല്ലേ? അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചു വായിക്കണം. അല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടുക. ഒരു സംഖ്യ എടുക്കുക, അതിനോട് എന്ത് ചെയ്യുക മക്കളെ? 2 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. അതാണ് add to a number to more than the number. അല്ലേ? അപ്പൊ ഞാൻ ഉദാഹരണം എഴുതാമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ നമ്പർ അല്ലെങ്കിൽ സംഖ്യ 2 ആയിട്ട് എഴുതുന്നു. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ഞാനത് പ്രവർത്തനം ചെയ്യുന്നു, അതേപോലെയാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു പ്രവർത്തനം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലാക്കിയത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ കാർഡ് കയറി ഒന്നും പഠിക്കേണ്ട, വളരെ സിമ്പിൾ വേ നമുക്ക് എന്ത് ചെയ്യാം? ആൽജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, അതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ വെച്ച് എഴുതുകയാണ്. ആ ഉദാഹരണം നമുക്ക് ബന്ധത്തിലേക്ക് മാറ്റണം, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടുക. Add to a number to more than a number. അപ്പൊ നമുക്ക് ഒരു സംഖ്യ എന്താണ് സാറ്? 2 ആയിട്ട് എടുത്തു. 2നോട് ഒരു സംഖ്യ അതിനോട് 2 കൂട്ടണം. 2 നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എത്ര കിട്ടി? എത്ര കിട്ടി? 4 കിട്ടി. ഇനി അതിനോട് 2 കൂട്ടിയതും തമ്മിൽ കൂട്ടുക. അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അല്ലേ? തമ്മിൽ കൂട്ടുക. തമ്മിൽ കൂട്ടുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ സംഖ്യ ആയിരിക്കണം കൂട്ടേണ്ടത്? നമ്മള് എടുത്ത സംഖ്യയും ഇപ്പൊ കൂട്ടിക്കിട്ടിയ സംഖ്യ നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടാം. മനസ്സിലാവുന്ന പറഞ്ഞേ. അപ്പൊ ഒരു സംഖ്യ 2 എടുത്തു, 2നോട് 2 കൂട്ടുക. 2 + 2 = 4. ആ 4നോട് നമ്മൾ എടുത്ത സംഖ്യ, ആദ്യം എടുത്ത സംഖ്യ ഏതാണ്? 2 ആണ്. അത് കൂട്ടാൻ 4 + 2 = 6. പിടികിട്ടിയ എല്ലാവർക്കും? ഒരു ഉദാഹരണം ചെയ്യാമോ സാർ? പറഞ്ഞോളൂ. അടുത്ത സംഖ്യ ഞാൻ 3 എടുത്തു. Let number be 3. എന്ത്
3 plus 2 is equal to 5. Yes. Then 5 plus 3 is equal to 8. പിടികിട്ടിയാ? ഞാൻ എടുത്ത സംഖ്യ നമ്മുടെ 3 ആണ്. 3 നോട് 2 കൂട്ടിയാൽ കിട്ടോ 3 plus 2 that is equal to 5 and 5 plus 3 that number be 3. സംഖ്യ എത്രയാണ്? 3. അപ്പോൾ 5 plus 3 is equal to 8. ഇനി ഒരു ഉദാഹരണം ചെയ്യാം. പറഞ്ഞോളൂ. ഒന്ന് പറയട്ടെ. Yes. 5 സംഖ്യ കിട്ടുന്നു 5 and 5 plus 2 is equal to 7. Yes. And 7 plus എടുത്ത സംഖ്യ ഏതാ? 5 അല്ലേ? 7 plus 5 is equal to 12. മതിയല്ലോ. സംഖ്യ വെച്ചുകൊണ്ട് 3 ഉദാഹരണം സാധിക്കും. ഇനി ഇവിടെ ഒരു ബന്ധത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല. ഞാൻ എടുത്ത സംഖ്യ നോക്കുകയാണ് 2. കിട്ടിയ സംഖ്യ എത്രയാണ്? 6. ഞാൻ എടുത്ത സംഖ്യ 3. കിട്ടിയ സംഖ്യ 8. എടുത്ത സംഖ്യ 5. കിട്ടിയ സംഖ്യ 12. ഈ രണ്ട് സംഖ്യ തമ്മിലുള്ള ബന്ധം, what is the relation between these two numbers? ഈ രണ്ട് സംഖ്യ തമ്മിലുള്ള ബന്ധം അതെഴുതാം. നോക്കാം. ഇവിടെ എത്ര കിടക്കുന്നത്? 6 ആണ്. ഞാൻ ഒരെണ്ണം എഴുതാം. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള നിങ്ങൾ ചെയ്യും. ഓക്കെ. ഇപ്പൊ 6 എഴുതാൻ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എഴുതുകയാണ്. 2 plus 2 4 and 4 plus 2 is equal to 6. കിട്ടി. അടുത്തതാ 8. എടുത്ത സംഖ്യ 3. അപ്പോൾ എഴുതാം 3 into and 2 plus 2 and 3 into 2 6 and 6 plus 2 is equal to 8. Okay. Then number 5. Yes. 5 into 2 and plus 2 that is equal to 5 into 2 10 and 10 plus 2 is equal to 12. കിട്ടി. കണ്ടോ? വളരെ സിസ്റ്റമാറ്റിക് അല്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വര കൊടുത്തു, അടുത്ത വര കൊടുത്തു. പൊതുവായ നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ നിഗമനത്തെ എന്താക്കി മാറ്റാൻ പോവാണ്? ബന്ധമാക്കി മാറ്റാൻ പോവാണ്. ബന്ധം കിട്ടിക്കഴിഞ്ഞു. ആ ബന്ധത്തെ ഇനി എന്താക്കാൻ പോവാണ്? ആൾജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത ഭാഗമാക്കി മാറ്റാൻ. നോക്കാം. ഇവിടെ ഇൻഡു 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 അല്ലേ? ഗുണനം മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് താത്താക്കി അല്ലേ? മാറാത്തത് എന്ത് ചെയ്യണം? അതേപോലെ താത്തറക്കണം. 2 മാറുന്നുണ്ടോ? ഇല്ല. താത്താക്കി. പ്ലസ് മാറുന്നുണ്ടോ? താത്താക്കി. 2 മാറുന്നുണ്ടോ? താത്താക്കി. കണ്ടോ? ഒരിടത്ത് മാത്രം എന്ത് സംഭവിച്ചോളൂ? മാറ്റം വരുന്നു. 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5. ആ മാറ്റം വരുന്നുണ്ട്. ആ മാറുന്ന സംഖ്യകൾക്ക് വരെ എന്ത് കൊടുക്കണമെന്നാ പറഞ്ഞതാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്താൽ മതി. അതിന് എന്ത് കൊടുക്കുന്നു? എക്സ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടി? എനിക്ക് ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം x into 2 plus 2. എന്താണ് x into 2 എന്ന് പറഞ്ഞാൽ? മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. എന്താണ് x into 2 എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക. ഒരു സംഖ്യയുടെ 2 മടങ്ങ് അല്ലേ? 2 times a number that is equal to x into 2 and x into 2 is equal to x. x കൂടെ 2x എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ ഇവിടെ എഴുതാം 2x plus 2 എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടിയിരിക്കുക? ആൾജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം കിട്ടി. ആ കിട്ടിയ കാര്യം മനസ്സിലായി എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മള് ആ ബന്ധം എഴുതിയിട്ട് ആ ബന്ധത്തെ എന്താക്കി മാറ്റാമെന്ന് നമ്മളെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകമാക്കി മാറ്റണം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഒരു വരയിട്ടു. ഇനി ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്? മാറാത്തത് അതേപോലെ താത്താക്കി വെക്കണം. ഇവിടെ ഇൻഡു 3 ഉണ്ടല്ലോ, അത് അതേപോലെ താത്താക്കി വെച്ചു. ഇനി 2 എല്ലാത്തിനകത്തുണ്ടല്ലോ, അത് അതേപോലെ താത്താക്കി വെച്ചു. പ്ലസ് എല്ലാത്തിനകത്തുണ്ടല്ലോ, അത് താത്താക്കി വെച്ചു. ഈ 2 എല്ലാത്തിനകത്തുണ്ടല്ലോ, അത് താത്താക്കി വെച്ചു. മാറാത്തതിന്റെ മക്കളെ അതേപോലെ തന്നെ എഴുതുക. താത്താക്കി എഴുതി വെച്ചാൽ ഈ മാറുമെടുത്ത് എന്ത് കൊടുക്കണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെറ്റർ കൊടുക്കണം, ഒരു അക്ഷരം കൊടുക്കണം. അതിന് പറഞ്ഞ പേരാണ് വേരിയബിൾ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടെ എന്ത് കൊടുത്തു? ഇഷ്ടപ്പെട്ട ഒരു ലെറ്റർ കൊടുത്തു, ഒരു അക്ഷരം കൊടുത്തു. ഏത് കൊടുത്തു? എക്സ്. അപ്പൊ അതിനെ എന്ത് വായിച്ചേ? എക്സ് ഇൻറ്റു 2 പ്ലസ് 2. എക്സ് ഇൻറ്റു 2 പ്ലസ് 2. എക്സിനെ 2 കൊണ്ട് ഗുണിക്കണം, അധികം 2. അതിനെ ചുരുക്കി എഴുതാം 2x plus 2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ശരിയാണ്. മറ്റേ ഞാൻ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. x into 2 എന്ന് പറഞ്ഞാൽ 2x ആണ്. and 2x plus 2
എപ്പോഴും നമ്മൾ ചരം അല്ലെങ്കിൽ വേരിയബിൾ വരുവാണെങ്കിൽ ആദ്യം പറയേണ്ടത് എന്താണ്? സംഖ്യ അല്ലെങ്കിൽ നമ്പർ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് x × 2 + 2 ശരിയാണ്. അത് ഒന്നുകൂടെ സാർ പറഞ്ഞതേ ഉള്ളൂ, 2x + 2. ഇങ്ങനെയാണ് ഏതൊരു സ്റ്റേറ്റ്മെന്റും ഏതൊരു പ്രസ്താവനയും തന്നാൽ അതിനെ എന്താക്കി മാറ്റണം? നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകമാക്കി മാറ്റണം. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത. പിടികിട്ടിയ എല്ലാവർക്കും? എങ്ങനെയാണ് മനസ്സിലായോ? സംഖ്യ വെച്ച് ഉദാഹരണം എഴുതിയോ? ആ സംഖ്യ നമുക്ക് ബന്ധം മനസ്സിലായോ? ആ ബന്ധത്തെ എന്താക്കി മാറ്റി? ആൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം. ഈ രീതിയിൽ പഠിച്ചാൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും പിടികിട്ടിയതോ? ഇനി രണ്ടാമത്തെ പ്രവർത്തനം കിടക്കട്ടെ സാറോ? ഓക്കെ. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം കിടക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യൻ കിടപ്പുണ്ടോ? ആഡ് 1 to a number and subtract 2. ഒരു സംഖ്യയോട് 1 കൂട്ടി 2 കുറയ്ക്കും. ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ഇത് വെച്ചുകൊണ്ട് നമ്മൾ സംഖ്യ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ എഴുതുന്നു. ആ ഉദാഹരണങ്ങളിൽ നിന്നും ആ സംഖ്യ തമ്മിലുള്ള ബന്ധം കിട്ടുന്നു. ആ ബന്ധത്തെ എന്താക്കി മാറ്റുന്നു? ആൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകമാക്കി മാറ്റുന്നു. ഓക്കെ. അപ്പോൾ add 1 to a number and subtract 2. ഒരു സംഖ്യയോട് 1 കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 2 കുറയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എന്തെഴുതായ? ആൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ a നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യ എന്തായിട്ട് സൂചിപ്പിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? x ആയിട്ട് അല്ലേ? ഓക്കെ. അവിടെ നിൽക്കുക. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സംഖ്യയിൽ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ ചെയ്യാം. ഒരു 3 ഉദാഹരണം ചെയ്യാം. മതിയല്ലോ? യെസ്. ആഡ് 1 to a number and subtract 2. ഞാൻ ഒരു സംഖ്യ എടുക്കാം. ആ സംഖ്യയോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 1 കൂട്ടാൻ. അപ്പോൾ 3 + 1 4. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 2 കുറയ്ക്കാൻ. അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്യുക. മനസ്സിലാക്കണം. ഒരു സംഖ്യ ഞാൻ 3 എടുത്തു. ആ സംഖ്യയിൽ 1 കൂട്ടിയിട്ട് 2 കുറയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 + 1 എത്രയാ മക്കളെ? 4. and 4 - 2 = 2. എത്രയാണ്? 2 ആണ്. ഇവിടെ കിട്ടിയോ? അടുത്ത സംഖ്യ പറഞ്ഞോ. ഞാൻ 6 എടുക്കുകയാണ്. ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം. ഏറ്റവും ഒരൊറ്റ സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ എടുത്ത് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ബന്ധം കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ 6 എടുത്തു. അതിനോട് 1 കൂട്ടാൻ. 6 + 1 എത്രയാ? 7. അതിൽ നിന്ന് 2 കുറയ്ക്കാം. അപ്പൊ എത്രയാണ് മക്കളെ? 6 + 1 - 2. The 7 - 2 = 5. ഓക്കെ. അടുത്ത പറഞ്ഞോളൂ. നെക്സ്റ്റ് നമ്പർ 5 and 5 + 1 - 2 and that is equal to and 5 + 1 6 and 6 - 2 = 4. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രയാസവുമില്ല. ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് എഴുതി താഴെ എഴുതി ചെയ്യാം. ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. പ്ലസ് താത്തർക്കി 1 1 1 1 താത്തർക്കി മൈനസ് താത്തർക്കി 2 2 2 2 താത്തർക്കി. ഇതെല്ലാം മാറുന്നില്ല. അതുകൊണ്ടാണ് അതേപോലെ താത്തർക്കി. ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ മാറ്റം. അവിടെ എന്ത് കൊടുത്തു? ഇഷ്ടപ്പെട്ട ഒരു ലെറ്റർ, ഒരു അക്ഷരം കൊടുത്തു. that is x. അപ്പോൾ എഴുതാം h + 1 - 2 എന്ന് എഴുതാം. കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇനി അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ സാധ്യത എഴുതാൻ പോകാം. ഞാൻ എടുത്ത സംഖ്യ 3 ആണ്. കിട്ടിയ സംഖ്യ 2 ആണ്. നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ മനസ്സിലായല്ലോ. അതെ, എടുത്ത സംഖ്യ 6. കിട്ടിയ സംഖ്യ എത്രയാണ്? 5. ഞാൻ ഇവട്ടോട് ഈ 2 സംഖ്യ തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ. അതിനുവേണ്ടി എങ്ങനെ എഴുതുക? എടുത്ത സംഖ്യ 5 ആണ്. കിട്ടിയ സംഖ്യ 4 ആണ്. അങ്ങനെയാണെങ്കിൽ what is the relation between these two numbers?
numbers. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം ആർക്ക് പറയാം? ഒന്ന് പറഞ്ഞു നോക്കിയ മക്കളെ. ഒന്ന് പറഞ്ഞേ. ഞാൻ എടുത്ത ആദ്യത്തെ സംഖ്യ 3 ആണെങ്കിൽ കിട്ടിയ സംഖ്യ എത്രയായിരുന്നു? 2 ആണ്. എടുത്ത സംഖ്യ 6 ആണെങ്കിൽ കിട്ടിയ സംഖ്യ എത്രയായിരുന്നു? 5. എടുത്ത സംഖ്യ 5 ആണെങ്കിൽ കിട്ടിയ സംഖ്യ എത്രയായിരുന്നു? 4. എടുത്ത സംഖ്യ 10 ആണെങ്കിൽ കിട്ടിയ സംഖ്യ എത്രയായിരിക്കും? 9. എടുത്ത സംഖ്യ 100 ആണെങ്കിൽ കിട്ടിയ സംഖ്യ എത്രയായിരിക്കും? 99. എടുത്ത സംഖ്യ 20 ആണെങ്കിൽ കിട്ടിയ സംഖ്യ എത്രയായിരിക്കും? 19. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ബന്ധം എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന സംഖ്യ. നമുക്ക് ഒരു എടുത്ത സംഖ്യ 3 ആണെങ്കിൽ 3 - 1 = 2. എടുത്ത സംഖ്യ 6 ആണെങ്കിൽ 6 - 1 = 5. എടുത്ത സംഖ്യ 5 ആണെങ്കിൽ കിട്ടിയ സംഖ്യ 5 - 1 = 4. എടുത്ത സംഖ്യ 10 ആണെങ്കിൽ കിട്ടിയ സംഖ്യ 10 - 1 = 9. എടുത്ത സംഖ്യ 100 ആണെങ്കിൽ കിട്ടിയ സംഖ്യ 100 - 1 = 99. എടുത്ത സംഖ്യ 20 ആണെങ്കിൽ കിട്ടിയ സംഖ്യ 20 - 1 = 90. എടുക്കുന്ന സംഖ്യ ഏതാണോ അതിൽ നിന്ന് 1 കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അതായിരിക്കും നമ്മുടെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്ത സംഖ്യ നമ്പർ കൺസിഡേഴ്സ് ഒരു സംഖ്യ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? x ആയിട്ട് സൂചിപ്പിക്കാം. ഞാൻ എടുക്കുന്ന സംഖ്യ x ആണെന്ന് കരുതുക. ആ സംഖ്യക്ക് പകരം ഞാൻ ഒരു വേരിയബിൾ അഥവാ ഒരു ചരട് കൊടുത്തു, ഒരു ലെറ്റർ അഥവാ ഒരു അക്ഷരം കൊടുത്തു. അക്ഷരം എന്താണ് മക്കളെ? x ആണെങ്കിൽ നമ്മുടെ ബന്ധം എന്തായിരിക്കും? എടുക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണമെന്ന് തന്നെ പഠിച്ചത്. ആ ബന്ധം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? we can write as the algebraic expression അഥവാ ബീജഗണിത വാചകം എഴുതാം. x - 1 എന്ന് എഴുതാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആ രണ്ട് സംഖ്യ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. എടുത്ത സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്നതിന് കിട്ടുന്ന സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുന്ന സംഖ്യ x എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന ബന്ധം എന്തായിരിക്കും? x - 1. ഞാൻ എടുക്കുന്ന സംഖ്യ ആ y ആയിരിക്കട്ടെ. ആ y ആണെങ്കിൽ ആ കിട്ടുന്ന ബന്ധം എന്തായിരിക്കും? y - 1. and that is algebraic expression. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബീജഗണിത വാചകം എന്ന് പറയുന്നത്. ഉണ്ടോ? പിടി കിട്ടിയോ? ഞാൻ ആദ്യം എഴുതിയത് എഴുതാ. എന്താണ് ഒന്ന് പറഞ്ഞേ. ഇവിടെ മാറുന്നില്ല താത്തറക്കി, ഇവിടെ മാറുന്നില്ല താത്തറക്കി, ഇവിടെ മാറുന്നില്ല താത്തറക്കി, ഇവിടെ മാറുന്നില്ല താത്തറക്കി. ഇവിടെ മാത്രം മാറുന്നു. അതുകൊണ്ട് എന്ത് കൊടുക്കാം? അവിടെ എന്ത് കൊടുക്കാം? x കൊടുക്കാം. that is x + 1 - 2. അത് തന്നെയാണ് x - 1. എങ്ങനെ വേണമെന്ന് നമുക്ക് എഴുതാം. ഇത് കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടാണ് ആ രീതി എഴുതിയത്. പിടിയിട്ട് എല്ലാവർക്കും ഈ രണ്ട്